ഹായ്, ഇന്ന് നമുക്കൊരു പൊട്ടിയ ഡവറ കിട്ടിയിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ബേസിന്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗശൂന്യമാണ്. ഇതിന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ള റീയൂസ് ഐഡിയ ആയിട്ടാണ് ഇന്ന് വരുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ നമ്മുടെ പൊട്ടിയ ബേസിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പൊട്ടിയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് മുക്കാൽ ഭാഗം വെച്ചതിന് ശേഷം ഈ കാൽ ഭാഗം, അതായത് പൊട്ടിയ ഭാഗത്തെ ആ കാൽ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇനി ഈ പൊട്ടിയ ഭാഗം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരസി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു ഓടമുളയുടെ പീസാണ്. ഇതിൻ്റെ രണ്ട് ഭാഗത്തെ മൊട്ട് ഒഴിവാക്കി ഇതിൻ്റെ നടുഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നടുഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ചീന്തിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ 8 പീസായിട്ട് നമ്മൾ ചീന്തിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ അത് 8 പീസായിട്ട് നമ്മൾ ചീന്തിയെടുത്തു. ഇനി ഇത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ വിലങ്ങനെ ഇതൊന്ന് ചീന്തിയെടുക്കണം. അതായത് ഇതൊന്ന് പൊളിച്ചെടുക്കുക. അതായത് 2 ഭാഗമായിട്ട് മാറ്റണം. ഇതേപോലെ. അപ്പോൾ എല്ലാ പീസുകളും നമുക്ക് ഇതേപോലെ 2 പീസുകളാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മുള നമ്മൾ കട്ട് ചെയ്ത് ചീന്തി എടുത്തിട്ടുണ്ട്. ഇതിൽ പുറംഭാഗം വരുന്ന, അതായത് തൊലിഭാഗം വരുന്ന ഭാഗം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് ഉൾഭാഗം വരുന്ന ഭാഗം നമ്മൾ വേറെയായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് ഈ നമ്മുടെ ഉൾഭാഗത്തുള്ള ഭാഗം, അതായത് തൊലിയില്ലാത്ത ഭാഗം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മുകളിലൊന്ന് അടുക്കി വെക്കുന്നുണ്ട്. ഇതേപോലെ വിലങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. തൊലിയുള്ള ഭാഗം നമ്മൾ ഇതേപോലെ കുത്തനെയും നമ്മൾ വെച്ച് നോക്കുന്നുണ്ട്, അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ അടുക്കി വെച്ചു. ഇനി നമുക്കിത് ഇതിൻ്റെ സൈഡ് ഭാഗം, അതായത് കുത്തനെ വെച്ചതിൻ്റെ സൈഡ് ഭാഗം നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ചെത്തി മിനുക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ എല്ലാ പീസിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ ചെത്തി റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കും. ഫെവിക്കോൾ SH ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ആദ്യം നമ്മൾ ഒട്ടിക്കുന്നത് വിലങ്ങനെയുള്ള ഭാഗമാണ്. അതായത് മുളയുടെ ഉൾഭാഗത്തെ ഭാഗമാണ് നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ അടുക്കി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, ഒരേ അളവ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാ പീസുകളും ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നുണ്ട്. അത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുത്തനെയുള്ള പീസുകൾ ഒട്ടിക്കുക. കുത്തനെയുള്ള പീസ് നമ്മൾ ആദ്യം നടുക്കേ പീസാണ് ഒട്ടിക്കുന്നത്. നടുക്കേ പീസ് നമ്മൾ മുകൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയതിൻ്റെ ആ പീസിന് കറക്റ്റ് ഒട്ടിക്കുന്നു. അടിഭാഗത്തേക്ക് നമ്മൾ അതിൻ്റെ നീളം കൂടുതലുള്ള ഭാഗം അടിഭാഗത്തേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിന് റെഡിയായ രീതിയിൽ നമ്മൾ ബാക്കി പീസുകൾ നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഒന്ന് അല്പം മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ആണ് നമ്മൾ ഒട്ടിക്കുന്നത്. സൈഡ് ഭാഗത്ത് നമ്മൾ ഇതേപോലെ, അതായത് കറക്റ്റ് 2 ഭാഗത്തേക്ക് ഒരേ അളവ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ എല്ലാ പീസുകളും നമ്മൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മൾ ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു പ്ലൈവുഡ് പീസ് വെക്കുന്നുണ്ട്. ഇത് ഇളകി പോവാതെ സാവധാനം നമ്മളൊരു പ്ലൈവുഡ് പീസ് വെക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചതിന് ശേഷം ഒരു കനം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗമ്മ് നന്നായിട്ട് ഒട്ടി റെഡിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു ദിവസം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ ഗമ്മൊക്കെ നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചു വെക്കാം.
അപ്പോൾ നമ്മൾ തിരിച്ചു വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം, അതായത് ബേസിൻ്റെ സൈഡ് ഭാഗം നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ കളറൊന്ന് മാറ്റുന്നുണ്ട്. നമ്മൾ ബ്ലാക്ക് മാറ്റ് കളറാണ് നമ്മൾ അടിക്കുന്നത്, സ്പ്രേ പെയിൻ്റാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമുക്ക് ഒട്ടിക്കുന്നതിന് മുമ്പ് അടിക്കാം. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു ഐഡിയ ആയിരുന്നു നമ്മളെ മനസ്സിലുള്ളത്. ലോക്ക്ഡൗൺ കാരണം നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച സാധനം വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഐഡിയ ഒന്ന് മാറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് ഓടയുടെ കുറച്ച് ചെറിയ പീസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇതേപോലെ ഒരു വളയം കട്ട് ചെയ്തതിന് ശേഷം അത് ഒരു 8 പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കട്ട് ചെയ്തെടുത്ത മുളയുടെ ചെറിയ പീസുകളിൽ അടിഭാഗത്ത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 3 വരിയായിട്ട് നമ്മളിത് ഒട്ടിക്കുന്നുണ്ട്. ആദ്യം ഈ മുകൾ ഭാഗത്തെ മടക്ക് ഭാഗത്തൂടെ ഒട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അടിഭാഗത്തും നടുഭാഗത്തും ഒട്ടിക്കുന്നുണ്ട്. ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗം ഉണങ്ങിയാൽ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ ഗമ്മൊക്കെ ഉണങ്ങി അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും തിരിച്ചു വെക്കാം. അതിനുശേഷം നമ്മളിതാ കുറച്ച് മുളയുടെ പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ വളയം കട്ട് ചെയ്തതിന് ശേഷം അത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതാ നടുവിലൂടെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്താണ്. അത് നമ്മൾ ഇതേപോലെ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് ക്രോസായി വെച്ചുകൊണ്ട് അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഹോള് തയ്യാറാക്കുന്നുണ്ട്. ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹോള് ചെയ്യുന്നത്. മുളയുടെ വണ്ണം കുറഞ്ഞ കമ്പിൽ നിന്ന് ഇതേപോലെ 3 പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ, അതായത് ബേസിൻ്റെ വക്കിലേക്ക് വരുന്ന രീതിയിൽ 2 ഭാഗത്ത് 2ാമത്തെ വരിയിൽ 2 സൈഡിൽ നമ്മൾ ഒരു ഹോൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 സൈഡിലെയും പീസിൽ, അതായത് അടിഭാഗത്ത് നമ്മൾ ഓരോ ഹോൾ കൊടുക്കുന്നുണ്ട്. 2 പീസിലും അതേപോലെ തന്നെ നടുഭാഗത്തെ പീസിൽ നമ്മൾ ഹോൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കട്ട് ചെയ്തെടുത്ത മുളയുടെ പീസുകൾ നമ്മൾ മുത്തൊക്കെ ചേർത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 സൈഡിലെ ഭാഗത്തും നടുഭാഗത്തും നമ്മൾ ഇതേപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡ് ഭാഗത്തും നടുഭാഗത്തുമായിട്ട് നമ്മളത് തൂക്കിയിട്ടു. മുകൾ ഭാഗത്തെ വരിയിൽ ബേസിൻ്റെ വക്കിനോട് ചേർത്ത് നമ്മൾ ഹോൾ കൊടുത്തത് നമുക്ക് അവിടെ സ്ക്രൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ഓരോ സ്ക്രൂ കൊടുക്കുന്നുണ്ട്. അതായത് ഇതിന് നമ്മൾ ഒട്ടിച്ചതാണെങ്കിലും ഒന്നുകൂടി ബലത്തിന് വേണ്ടിയിട്ട് അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്ക്രൂ കൊടുക്കുന്നത്. ആ 2 സൈഡിലും കൊടുത്ത സ്ക്രൂ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതുപോലെയുള്ള ചെറിയ ഓടയുടെ, അതായത് മുളയുടെ 2 പീസുകൾ നമ്മൾ ആ സ്ക്രൂവിന് മുകളിൽ നമ്മൾ ഇതേപോലെ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇത് തിരിച്ചു വെച്ച ശേഷം ഇതിൻ്റെ അടിഭാഗത്ത് 2 സൈഡിലായിട്ട് 2 ഹോൾ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ചുമരിൽ നമുക്ക് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഹോളുകൾ നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്കിത് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ടച്ച് വുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈഡ് ഭാഗത്തെ ഈ കട്ടകൾക്ക് മാത്രമാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. അതിന് ശേഷം തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ മുകൾ ഭാഗത്ത്, അതായത് മുൻഭാഗം മുഴുവനായിട്ടും നമ്മൾ ഇത് പോളിഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോളിഷൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ ഒരു പ്ലൈവുഡ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പോട്ടുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് റൗണ്ട് ഷേപ്പിൽ വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു പ്ലൈവുഡ് നമ്മൾ അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടിഭാഗത്തെ 2ാമത്തെ വരി വരുന്ന ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ പുറം ഭാഗത്ത് നിന്ന് ഈ പീസ് കാണുകയില്ല. അപ്പോൾ ആ പ്ലൈവുഡ് പീസ് നമ്മൾ അടിഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പൊട്ടിയ ഡവറ നമ്മൾ അടിപൊളി വാൾ ഡെക്കോർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളോ അല്ലെങ്കിൽ നമുക്ക് ഫ്ലവറുകളോ ഒക്കെ വെക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഫ്ലവറുകളാണ് വെക്കുന്നത്.
അപ്പോൾ നമ്മൾ തൽക്കാലം ഫ്ലോറുകളാണ് വെച്ചത്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ടും അടിപൊളിയാക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടിയ ഡവറ വെച്ചിട്ടുള്ള ഈ വാൾ ഡെക്കോർ ഐഡിയയും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.